ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ജീരകക്കോഴിയാണ് കേട്ടോ. ഈ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ അധികം ഉണ്ടാക്കി കൊടുക്കുന്ന സാധനമാണ്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയല്ലോ. അപ്പൊ ഞാനിവിടെ 1.5 കിലോ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. അപ്പൊ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് ഇതിൽ ചെറിയ ഉള്ളിയും മല്ലിപ്പൊടിയാണ് കേട്ടോ വേണ്ടത്. അപ്പൊ മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി അവിടെ ഇട്ട് കൊടുക്കുന്നത്. എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് കാര്യമായിട്ട് മല്ലിപ്പൊടിയും ചെറിയ ഉള്ളിയാണ് ആവശ്യം. അതുകൊണ്ട് ഞാൻ 4 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമല്ലിയാണ് ഇടുന്നത്. ഞാനിവിടെ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി ഇടുന്നു കേട്ടോ. മല്ലിപ്പൊടി കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് കുരുമുളക് ഇട്ട് കൊടുക്കുക. ഞാൻ 2 സ്പൂൺ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി വലിയ ജീരകത്തിന്റെ പൊടി ഇട്ട് കൊടുക്കുക, 1/2 സ്പൂണ്. കടുക് ഇട്ട് കൊടുക്കുക, 1/2 സ്പൂണ്. 1/2 സ്പൂണിൽ കുറവായാലും കുഴപ്പമില്ല, പക്ഷെ അധികമായിട്ടുണ്ടെങ്കിൽ നല്ല കയ്പുണ്ടാവും കേട്ടോ കടുക് ഇട്ടാല്. അപ്പൊ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ അധികം ഒന്നും വേണ്ട കേട്ടോ. ഒരു 3-4 വെളുത്തുള്ളിയുടെ കൊണയും കുറച്ച് ഒരു ചെറിയ പൊട്ടി ഇഞ്ചി അത്ര മതിയാവും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചതച്ച് വെച്ചത് ഇരുന്നത്. അപ്പൊ അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ട് വരാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒന്ന് അടിയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് വരാം കേട്ടോ. നമ്മൾ ആ മസാലയൊക്കെ നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വലിയ ഉള്ളിയോ തക്കാളിയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ. അപ്പൊ ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ആ അടിച്ചു വെച്ച പേസ്റ്റില് കുറച്ച് മിക്സിയുടെ ജാറിലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അങ്ങനെ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യണം കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണത്. ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, അതുപോലെ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ അവിടെ 1.5 സ്പൂണ് ഉപ്പാണ് കേട്ടോ ഇടുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. പക്ഷെ ഞാൻ ഇപ്പൊ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. ഇതിപ്പോ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു മൂടി വെച്ചിട്ട് അടച്ചു വെക്കാം. അതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. മിക്സിയുടെ നമ്മൾ ഈ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ചതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ചിക്കനിന് വെള്ളം ഇറങ്ങും. അപ്പൊ കുറെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പോലെ ആവും. അതുകൊണ്ട് നമ്മൾ ഗ്രേവി പോലെ ഉണ്ടാക്കുന്നത്. അപ്പൊ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇനി നമുക്കിതൊരു പാത്രം കൊണ്ട് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേവിക്കാം. ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് മാറ്റി വെക്കണുണ്ട്. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ആ മസാലയൊക്കെ ചിക്കനിലേക്ക് നല്ലപോലെ ഒന്ന് പിടിക്കട്ടെ. എന്നിട്ട് നമുക്കത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ചിക്കൻ അല്ലേ, വേഗം വേവും. അതുകൊണ്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കത്തിച്ചിട്ടുണ്ട്. നമുക്കിത് വേവിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാം.
ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി ഇതിലൊന്നും ചെയ്യാനില്ല. ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ മേലെ കൂടി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റിൽ അറിയിക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് കേട്ടോ. അപ്പൊ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ടാറ്റാ ബൈ.